ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞു. ഇന്ന് ഉച്ചയൂണിനായിട്ട് ഒരു മീൻ കറിയും തോരനുമാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലുള്ള ഒരു മീൻ കറിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ക്യാബേജ് തോരനുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ജോലിക്ക് പോകുന്നവർക്കും സമയക്കുറവുള്ളവർക്കുമെല്ലാം ഈ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. തോരനും മീൻകറിയൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. മീൻകറിക്കായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുവും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവും എല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചതച്ച് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് 10 മിനിറ്റ് മുമ്പ് ഞാൻ വെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെച്ചതാണ്. കുറച്ച് മല്ലിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് കുഴച്ച് വെച്ചത്. സാധാരണ വെള്ളത്തിലാണ് കുഴച്ച് വെച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഈ അരപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചേർത്ത് കൊടുത്ത പൊടിയെല്ലാം മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടി കുഴച്ച് വെച്ച പാത്രത്തിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. മീൻ കറിക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പും 3-4 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ മീൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. അതിനായിട്ട് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. കറി തിളച്ച് ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ചാറ് ആയപ്പോഴാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലിരുന്ന് ചാറ് കുറച്ചും കൂടി കുറുകി വരും. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറിയായിരുന്നു. ഈ മീൻ കറി തയ്യാറാക്കുന്നതിന് മീൻ വെന്ത് കിട്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല കറക്റ്റിനായിരുന്നു. ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി മീൻ കറിയായിരുന്നു. മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി നമുക്ക് ക്യാബേജ് തോരൻ വെക്കാം. ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. തേങ്ങാപ്പീരയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം തവി കൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് എല്ലാം മിക്സാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ തോരൻ കിട്ടും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പിന്നീട് തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ചെടുക്കണം. ഇനി അടച്ചു വെക്കണ്ട. ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്ത് വെള്ളമയമെല്ലാം പറ്റിച്ചെടുക്കാം. ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറിയും ക്യാബേജ് തോരനുമാണ് ഇന്ന് കാണിച്ചത്. വലിയ മീൻ മാത്രമല്ല, ചെറിയ മീനും നമുക്കിതുപോലെ കറി വെക്കാവുന്നതാണ്. അതുപോലെ ക്യാബേജ് മാത്രമല്ല, അച്ചിങ്ങാപ്പയർ, ബീൻസ് എല്ലാം ഈ രീതിയിൽ തോരൻ വെക്കാവുന്നതാണ്. ഇഞ്ചി ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ക്യാബേജ് തോരൻ അധികം ഇഷ്ടമില്ലാത്തവർ വരെ ഇങ്ങനെ വെച്ചാൽ ഇഷ്ടത്തോടെ കഴിക്കും. നിങ്ങളുമൊക്കെ ഈ രീതിയിലാണോ മീൻ കറിയും തോരനുമൊക്കെ വെക്കുന്നത്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.